അന്വേഷണ സമയത്ത് കേരളത്തിൽ പലയിടത്തും ഈ പാകിസ്ഥാൻ മുക്കുകൾ, പാകിസ്ഥാൻ കവറുകൾ ഇങ്ങനെ പേരുകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ പാകിസ്ഥാനോട് ഇത്രയധികം സ്നേഹമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നീക്കം ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഗോവിന്ദ മാഷ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഗോവിന്ദ മാഷയുടെ കൂറ് ആരോടാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെട്ടപ്പോൾ അതിനെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യ വിഭജിക്കണം, ദ്വിരാഷ്ട്രവാദം, അതിന് പിന്തുണച്ച ആളുകളാണ്. അതേ വികാരം അവരിപ്പോഴും പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിൽ കാണുന്നുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. അല്ല, അത് ജനങ്ങൾ സമയമാകുമ്പോൾ മാറ്റും, സംശയമൊന്നും വേണ്ട കരുത്. ഈ വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നതിനെ കുറിച്ച് അന്ന് ഭയങ്കര ആക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു. പിന്നീട് അത് നിരന്തരമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മുഹമ്മദ് റിയാസാണ് അതിന് മുൻകൈ എടുക്കുന്നത്. തെറ്റുള്ള ആക്ഷേപങ്ങൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഈ പരിപാടി നടന്നത് 3-ാം തീയതിയാണ്. അതിന് മുൻപ് ഒരു 2-3 ദിവസം മുൻപേ വിഴിഞ്ഞത്തെ പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൂടി നടത്തിയ ഒരു സന്ദർശനത്തിൻ്റെയും ചിത്രങ്ങളും അതിൻ്റെ വാർത്തയുമൊക്കെ നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൾ, കൊച്ചുമകൻ ഇവരെല്ലാവരും കൂടി പോയിരുന്നു. ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ഇവരെല്ലാവരും കൂടി പോയതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്ത് പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ആ പദ്ധതി പ്രദേശം സന്ദർശിച്ചത്? ഈ പദ്ധതിയുടെ വിഴിഞ്ഞത്തിൻ്റെ MD ദിവ്യ അയ്യർ ഈ പദ്ധതിയെക്കുറിച്ച് നടത്തുന്ന വിശദീകരണം, ആ വിശദീകരണം നടത്തുന്ന സമയത്തുള്ള ചിത്രങ്ങളിൽ ഇവരെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഔദ്യോഗിക യോഗത്തിലാണ് പങ്കെടുക്കുന്നത്. വളരെ, ഞാനോ നിങ്ങളോ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് കയറ്റില്ല. ആ ഔദ്യോഗിക യോഗത്തിലാണ് ഇവരെല്ലാവരും പങ്കെടുക്കുന്നത്. മാത്രമല്ല, ആരാ ഇദ്ദേഹത്തിൻ്റെ മകള്? ഒരു സാമ്പത്തിക കുറ്റവാളിയായിട്ട് സാമ്പത്തിക തിരിമറിയുടെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഒരാൾ. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ, ഞാൻ പ്രതി എന്നുള്ള വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, കാരണം പ്രതി എന്ന് പറയണമെങ്കിൽ കോടതിയിൽ അത് സമർപ്പിച്ച് അത് പുറത്തു വരട്ടെ. കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാൾ അതീവ സുരക്ഷാ മേഖല എന്ന് കരുതപ്പെടുന്ന ഒരു പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുകയും ആ പദ്ധതിയുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോ ഒക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹം പങ്കെടുത്തതിനെക്കുറിച്ചുമുള്ള വിശദീകരണം BJP തരാം. കാരണം ആദ്യം നടന്നതിനെക്കുറിച്ച് ആദ്യം വിശദീകരണം വരട്ടെ. രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത 3-ാം തീയതിയാണ്. അതിന് മുൻപ് നടന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ചിട്ടുള്ള വിശദീകരണം ഒന്ന് വരട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞത് അതെൻ്റെ മകളായതുകൊണ്ടാണെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയന് കേരളത്തിലെ സ്വത്ത് മുഴുവൻ തീർച്ചയായും കൊടുത്തിരിക്കുകയാണോ? വിഴിഞ്ഞം പദ്ധതി മുഴുവൻ പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെയാണോ? പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെതാണെങ്കിൽ എനിക്കിഷ്ടമുള്ള എൻ്റെ മകളെയും എൻ്റെ പണിക്കാരനെയും എൻ്റെ കൊച്ചുമകനെയും ഒക്കെ എനിക്ക് കൂടെ കൊണ്ടുപോകാം. ഇത് ജനങ്ങളുടേതാണ് പദ്ധതി. ഈ ജനങ്ങളുടെ പദ്ധതി നടക്കുന്ന ഒരു പ്രദേശത്ത് എനിക്ക് എൻ്റെ മകളെയും എൻ്റെ കൊച്ചുമകനെയും ഭാര്യയെയും കൊണ്ടുപോയതും ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുപ്പിച്ചതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു.